നമസ്കാരം. ജ്യോതിഷപ്രകാരം നോക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴത്തിന്റെ സാന്നിധ്യം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ബഹുമാനവും സ്ഥാനവും വർദ്ധിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഭാഗ്യം, വിവാഹം, മംഗളകരമായ പ്രവൃത്തികൾ എന്നിവയുടെ ഘടകം കൂടിയാണ് വ്യാഴം. മീനം, ധനുരാശികളുടെ അധിപൻ കൂടിയാണ് വ്യാഴം. വ്യാഴത്തിന്റെ അനുകൂലമായ സ്വാധീനത്താൽ ഒരു വ്യക്തി തന്റെ വിജയത്തിൽ പുതിയ മാനം രചിക്കുന്നു എന്ന് തന്നെ പറയാം. അതേസമയം ശുക്രനെ തേജസ്സും ഐശ്വര്യവും സൗന്ദര്യവും പ്രദാനം ചെയ്യുന്ന ഗ്രഹമായി അറിയപ്പെടുന്നതുമാകുന്നു. തുലാം, ഇടവം എന്നീ രാശികളുടെ അധിപനായും ശുക്രനെ കണക്കാക്കുന്നു. ഈ രണ്ട് ഗ്രഹങ്ങളും കൂടിച്ചേർന്ന് 12 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഗജലക്ഷ്മി രാജയോഗം രൂപീകരിക്കാൻ പോവുകയാണ്. വ്യാഴവും ശുക്രനും ഇടവം രാശിയിൽ പ്രവേശിക്കുകയും ഗജലക്ഷ്മി രാജയോഗം സൃഷ്ടിക്കുകയും ചെയ്യുന്നതാകുന്നു. ഇത് ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾക്ക്, ഇരട്ട രാജയോഗം തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സഹായകരമായി തീരും എന്ന് തന്നെ പറയാം. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യം വന്നു ചേരുന്നത്, ഇതേക്കുറിച്ച് വിശദമായി ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. വിഷ്ണു പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മേടം രാശിയാണ്. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗജലക്ഷ്മി രാജയോഗം വളരെ പ്രയോജനകരമായി മാറും. പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നതായ ചില തീരുമാനങ്ങൾ ധൈര്യപൂർവം കൈക്കൊള്ളുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളെക്കുറിച്ചും കൂടുതൽ അറിയുവാനും അതേപോലെ തന്നെ അതുമൂലം ജീവിതത്തിൽ സമൃദ്ധിയും വന്നു ചേരും. ആഗ്രഹങ്ങൾ പലതുണ്ട് നിങ്ങൾക്ക്. അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ നടക്കാൻ അതിയായ ആഗ്രഹവുമുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായും അതിൽ ചിലത് നിറവേറ്റപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് തന്നെ പറയാം. നിങ്ങൾ വലിയ ആളുകളുമായി ബന്ധം സ്ഥാപിക്കുകയും അത് നിങ്ങൾക്ക് ശുഭകരമായ സമ്മാനങ്ങൾ, ഫലങ്ങൾ നൽകുകയും ചെയ്യുന്നതാകുന്നു. ഈ സമയം നിങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ വന്നു ചേരാം. ഊർജ്ജസ്വലത ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയം കൂടിയാണ് ഇത്. ഈ സമയം ആത്മീയപരമായ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുകയും അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശുഭകരമായ ഫലങ്ങൾ വന്ന് ചേരുകയും ചെയ്യും. വിവാഹിതരായ വ്യക്തികളാണ് എങ്കിൽ ദാമ്പത്യ ജീവിതം ഏറ്റവും മനോഹരമായി തീരും എന്ന് തന്നെ പറയാം. കാരണം അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ കലഹങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ കാര്യങ്ങൾ വന്നു ചേരും. പുതിയ രീതിയിലുള്ള പദ്ധതികൾ അഥവാ പുതിയ പദ്ധതികൾ നിങ്ങൾക്ക് കൊണ്ടുവരാനും അതിൽ വിജയങ്ങൾ നേടുവാനും സാധിക്കും. ബഹുമാനവും സ്ഥാനമാനങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായ അവസരങ്ങൾ കൂടി ഈ സമയം പ്രതീക്ഷിക്കാം എന്ന കാര്യവും ഓർക്കുക. ഈ സമയം അനുകൂലമാണ് സമയം. തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് കർക്കിടകം രാശിയാണ്. കർക്കിടകം രാശിക്കാർക്ക് ഈ സമയം അനുകൂലമാണ്. കാരണം ഗജലക്ഷ്മി രാജയോഗം രൂപാന്തരപ്പെട്ടിരിക്കുന്ന സമയമാകുന്നു. അതിനാൽ തന്നെ നിങ്ങളുടെ വരുമാനത്തിൽ വലിയ വർധനവ് പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്നതായ സമയങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. അതേപോലെ തന്നെ ജീവിതത്തിൽ പ്രധാനമായും ചില നേട്ടങ്ങൾ, അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിക്ഷേപങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും ശുഭകരവും ലാഭം നൽകുന്നതുമായി മാറും. ഈ സമയം സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്നതായ അവസ്ഥ കടന്ന് വരിക തന്നെ ചെയ്യും. ഈ സമയം ജോലി സംബന്ധമായ പല യാത്രകളും നിങ്ങൾക്ക് ശുഭകരമായി തീരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ആത്മവിശ്വാസം വർദ്ധിക്കുകയും തന്മൂലം ജീവിതത്തിൽ നേട്ടങ്ങൾക്ക് സഹായകരമായ കാര്യങ്ങൾ വന്ന് ഭവിക്കുകയും ചെയ്യും. തൊഴിൽ രഹിതരായ വ്യക്തികളാണ് എങ്കിൽ നിങ്ങൾക്ക് പുതിയ ജോലികൾ ജീവിതത്തിൽ ലഭിക്കുന്നതായ അവസരങ്ങൾ കടന്നുവരും എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. ധനപരമായും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഭാഗ്യം തുണയ്ക്കുന്നതിനാലും ഈ സമയം അനുയോജ്യമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ചിങ്ങം രാശിയാണ്. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുന്നതായ സമയമാകുന്നു. ഈ സമയം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം നിങ്ങൾക്ക് വർദ്ധിക്കാം.
പ്രയോജനകരമായ നിരവധിയാർന്ന കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചില ഇടപാടുകൾ നടത്തുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. അത് ഭാവിയിൽ ഗുണം ചെയ്യുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. സാമൂഹികവും അതേപോലെ മതപരവുമായ പല കാര്യങ്ങളും ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ബഹുമാനവും അതേപോലെ തന്നെ സ്വീകാര്യതയും വർദ്ധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. പണം ലാഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരാം. പണം ലാഭിക്കുവാൻ വിജയിക്കും എന്ന് തന്നെ പറയാം. ബാങ്ക് ബാലൻസുമായി ബന്ധപ്പെട്ട് വർധനവ് വന്നു ചേരുന്നതായ ചില കാര്യങ്ങൾ, ചില കർമ്മങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഈ സമയം വാഹനങ്ങൾ, വസ്തു തുടങ്ങിയ കാര്യങ്ങൾ വാങ്ങുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നതാകുന്നു. അത്തരം അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും എന്ന കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ ഭാഗ്യം കൂടി നിങ്ങൾക്ക് അനുകൂലമാകുന്നതിനാൽ ശുഭകരമായ ഫലങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ഈ സമയം പ്രവർത്തിക്കുകയാണ് എങ്കിൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ധനു രാശിയാണ്. ധനു രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം ഗജലക്ഷ്മി രാജയോഗം മൂലം ജീവിതത്തിൽ പ്രത്യേകിച്ചും ബിസിനസ് പരമായ നേട്ടങ്ങൾ വന്നു ചേരും. പുതിയ ഡീലുകൾ നിങ്ങൾക്ക് കണ്ടെത്തുവാൻ സാധിക്കും. കൂടാതെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിൽ വന്നു ചേർന്നിരുന്ന ചില പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുവാൻ നിങ്ങൾക്ക് സാധിക്കും. മുൻകൈയെടുത്ത് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അനുകൂലമാണ് ഫലം എന്ന് തന്നെ മനസ്സിലാക്കുക. ചെറുകിട വ്യവസായങ്ങൾക്കും വൻകിട വ്യവസായങ്ങൾക്കും ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ് സമയം. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ബുദ്ധിപൂർവം ചില കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിക്കുകയും അത് നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നൽകുകയും ചെയ്യുന്നതാകുന്നു. ഈ സമയം മനോബലം, ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ്. അതിനാൽ തന്നെ പല സാഹചര്യങ്ങളെയും നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും. തൊഴിൽപരമായും ബിസിനസ് പരമായും മറ്റ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ധൈര്യത്തോടെ തന്നെ നേരിടുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, വിദ്യാർത്ഥികൾക്ക് ഈ സമയം അനുകൂലം തന്നെയാകുന്നു. അതിനാൽ തന്നെ ഈ സമയം വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉയർന്ന വിജയം നേടുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നതായ സമയം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ടു പോകേണ്ടതായ അവസരമാണ് എന്നുകൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് തുലാം രാശിയാണ്. തുലാം രാശിക്കാർക്ക് ഈ സമയം അനുകൂലമാണ്, പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾക്ക്. കാരണം ഈ സമയം മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ടും അല്ലാതെയും പരീക്ഷകൾക്ക് ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ വിജയത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. കലാകായിക മേഖലകളിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. കഠിനാധ്വാനം ചെയ്യുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് തീർച്ചയായും അനുകൂലമായി ഭവിക്കും എന്ന കാര്യം ഓർക്കുക. കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് പരസ്പരം ഏകോപനം ഉണ്ടാകുന്ന സമയം കൂടിയാണ് ഇത്. നിങ്ങളുടെ തീരുമാനങ്ങൾ പ്രയോജനം നിങ്ങൾക്ക് നേടിത്തരും എന്ന കാര്യവും ഓർക്കുക. ജീവിതത്തിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുന്നതായ പല അവസരങ്ങളും കടന്നു വരും. ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ തീർച്ചയായും പെട്ടെന്ന് ഉയരുവാൻ സാധിക്കും. കുടുംബാംഗങ്ങളിൽ നിന്നും വളരെയധികം പിന്തുണ നിങ്ങൾക്ക് വർദ്ധിക്കുന്നതായ അവസരം കൂടിയാണ് ഇത്. ജീവിതത്തിൽ പല തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിനും ഏറ്റവും ശുഭകരമാണ് ഈ സമയം. ഈ സമയം ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. അതിനാൽ തന്നെ ഈ സമയം തർക്കങ്ങളുണ്ട് എങ്കിൽ പരിഹരിച്ച് മുന്നോട്ട് പോവുക. അവിവാഹിതരായ വ്യക്തികളാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും ഈ സമയം വിവാഹ കാര്യത്തിൽ തീരുമാനം വന്നു ചേരാം. അനുകൂലമായ തീരുമാനങ്ങൾ തന്നെ വന്നു ചേരാം. ഭാഗ്യം തുണയ്ക്കുന്ന സമയം കൂടിയാണ് ഇത്. ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഈ നിമിഷം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്ന സമയം കൂടിയാണ്. തീർച്ചയായും ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക.